ഇത് ദേവസ്വം ബോർഡിനല്ലേ കൊടുക്കുന്നത്. അയ്യപ്പന് വേണ്ടി നിവേദ്യം നടത്തുന്നതിന് വേണ്ടി വളരെ മോശമായ തരത്തിൽ നെയ്യ് കൊണ്ട് അരമണിയൊക്കെ ഉണ്ടാക്കി എന്ന് പഴയ ആരോപണം വരികയും അവർ തന്നെ ടെസ്റ്റ് ചെയ്ത് 100 കിലോ നെയ്യ് അവിടെ ഉപയോഗിക്കുന്നതിന് മിൽമടയാണെങ്കിൽ 70 കിലോ നെയ്യ് ഉപയോഗിച്ചാൽ അതിനേക്കാളും ക്വാളിറ്റി ഉണ്ടെന്ന് അവരുടെ ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മിൽമയുടെ മേടിച്ചാൽ 510 രൂപയ്ക്ക് ലിറ്ററിന് കൊടുക്കുമ്പോൾ അവർ നേരത്തെ മേടിച്ചതും ഈ 70% വെച്ച് നമ്മളെ കണക്കാക്കിയാൽ അവർക്ക് ലാഭകരമായി തോന്നിയിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നതിന് അതിനിപ്പോൾ ആര് ചോദിച്ചാലും എനിക്ക് തോന്നുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെ ഉത്തരവിൽ ചോദിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അത് ചോദിച്ചാൽ അതിനൊക്കെ മറുപടി പറയും. അവിടെയും എന്താ പ്രശ്നം? അതാണല്ലോ ഞാൻ കോടതിയിൽ പറഞ്ഞത്. അവർ ഇങ്ങനൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണ്ടേ? ഒരു അന്വേഷണം നടത്തിയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഇല്ല ഇതിനകത്ത്. ഞങ്ങളോട് ചോദിക്കണ്ടേ? അത് ചോദിക്കാതെ ഏകപക്ഷീയമായിട്ട് തീരുമാനമൊക്കെ കൊടുത്താൽ അത് തലകുലിക്ക് സമ്മതിക്കണം എന്നാണോ പറയുന്നത്? അതൊന്നും കഴിയില്ല. കുറ്റക്കാരെന്ന് അവർ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു തന്നു, നിങ്ങൾ റിപ്ലൈ കൊടുത്തു. ആ റിപ്ലൈ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഫൈൻഡിങ്സിലേക്ക് എത്തിയത്. അങ്ങനെ ആയിരിക്കുന്നു പറഞ്ഞാൽ ശരിയാവുമോ? അല്ലാതെ വേറെ ഞങ്ങൾ പ്രതിക്കൂട്ടിലാണെങ്കിൽ നമ്മളാ പറയുന്നത്, പ്രതിക്കൂട്ടിലാണെങ്കിൽ ഒരു തത്വവും വേണ്ട. കോടതിയിലെ കേസുണ്ട്, കോടതിയിലെ വിധിക്കനുസരിച്ച് മിൽമയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാൽ കോടതിയുടെ വിധി വളരെ തലകുനിച്ചുകൊണ്ട് നമ്മൾ അംഗീകരിക്കും. അതല്ലാതെ ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ അത് അന്തിമമല്ലല്ലോ. അപ്പം അതുകൊണ്ട് പ്രതിക്കൂട്ടിലെന്നൊക്കെ പറയുന്നത് ശരിയാണ്. ഈ രാജമാണിക്യത്തിനും ഈ ശാലിനി ഗോപിനാഥിനല്ലേ അവർക്ക് എന്തെങ്കിലും വൈരാഗ്യം മിൽമയുടെ കൂടെ വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഞങ്ങളോട് വൈരാഗ്യം കാണിക്കാൻ ഈ ക്ഷീരകർഷകരായ പാവപ്പെട്ട ഞങ്ങളായ ആർക്കെന്ത് ഉപദ്രവം ചെയ്തിട്ടാണ് ഞങ്ങളോട് വൈരാഗ്യം? നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളോട് വൈരാഗ്യമുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ? അതുപോലെ അവർക്കും വൈരാഗ്യമൊന്നുമില്ല. ചില ഇൻപുട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ വേണ്ടത്ര വിശദീകരണം കിട്ടാത്തത് കൊണ്ടോ അവർ ചില നിഗമനത്തിലെത്തി എന്നല്ലാതെ ഇപ്പോൾ മാധ്യമങ്ങളുടെ വാർത്ത കൊടുത്തു എന്ന് ഞാനിപ്പോൾ പറഞ്ഞവർക്ക് നമ്മളോട് മിൽമയോട് എന്ത് വൈരാഗ്യമുള്ളത്? നമ്മളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് നമ്മളെ മുന്നോട്ട് പോകുന്നതല്ലേ നിങ്ങളെല്ലാം. പക്ഷേ ചില അവസരങ്ങളിൽ ചില ഭാഗത്തു നിന്ന് കിട്ടുന്ന വാർത്ത അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് തോന്നിയത് കൊണ്ട് വാർത്ത കൊടുത്തു മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ അവരും രാജമാണിക്യമായാലും അല്ലെങ്കിൽ ശാലിനി ഗോപിനാഥ് ആയാലും അവരുടെ മുമ്പിൽ വരുന്ന, അവരല്ലല്ലോ നേരിട്ട് പോയി പരിശോധിക്കുന്നത്, അവരുടെ മുമ്പിൽ വരുന്ന റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു നിഗമനത്തിലെത്താണ്. എത്ര കാര്യങ്ങൾ അങ്ങനെ എടുത്താൽ നമ്മളെടുത്ത നിഗമനങ്ങളൊക്കെ തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അല്ല, ചീത്തപ്പേരൊന്നുമില്ല. ഓർഡറൊക്കെ എത്ര ഓർഡർ നമ്മൾ കൊടുക്കും, ചില ഓർഡർ കിട്ടും, കിട്ടാതിരിക്കും. അതിനൊന്നും നമ്മൾ വേവലാതില്ല. 5000 കോടി വിറ്റുവരവുള്ളതിന് ഇപ്പോൾ 1,65,000 ലിറ്ററിൻ്റെ ശബരിമലയിലെ ഓർഡർ കിട്ടാത്തതുകൊണ്ട് ഈ ക്ഷീരമേഖല അങ്ങ് മെൽമ നശിച്ചു പോകുമെന്നുള്ളൊരു ചിന്തയൊന്നും നമുക്കാർക്കുമില്ല. പക്ഷേ 1 രൂപയുടെ ഓർഡറാണെങ്കിലും മാർക്കറ്റിങ്ങിൽ നിൽക്കുന്നതിൻ്റെ 1 രൂപയുടെ അധികം ഓർഡർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നത് സന്തോഷം തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം ഡാമേജിങ് ആയിട്ടുള്ള വാർത്തകൾ വന്നതുകൊണ്ട് ശരിയല്ല, അത് വസ്തുതാവിരുദ്ധമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും അതിനനുസരിച്ചിട്ട് നമ്മളെ വാർത്ത കൊടുത്ത് സഹായിക്കുക. അങ്ങനെയാണ് ഉണ്ടായത്. നമ്മൾ പ്രതികൂട്ടിൽ നിൽക്കാന്ന് പറഞ്ഞത്. അല്ല, മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റിക്കും, മാധ്യമങ്ങൾക്കെതിരെ എന്തുകൊണ്ട് കേസ് ചെയ്തില്ല? നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അതിപ്പോൾ ഞാൻ പറയുന്നതിന് ആലോചിക്കാം. അത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള, മിൽമയുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ക്ഷീരകർഷകരുടെ അവർക്ക് നല്ല വില കിട്ടുക എന്നുള്ളതാണ്. പ്ലസ് കൺസ്യൂമേഴ്സിന് നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക. മിൽമക്ക് ആകെ ഒരു ക്വാളിറ്റി നെയ്യ് മാത്രമേ ഉള്ളൂ. ഒരു ക്വാളിറ്റി അല്ല, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തീർക്കാം. മിൽമക്ക് ഒറ്റ ക്വാളിറ്റി നെയ്യ് മാത്രമാണ് ഉള്ളത് മാർക്കറ്റിലുള്ളത്. നമ്മൾ കൺസ്യൂമർ മാർക്കറ്റിൽ ഇപ്പോൾ ദേവസ്വത്തിന് കൊടുക്കുകയാണെങ്കിൽ ആ സെയിം ക്വാളിറ്റി നെയ്യ് തന്നെയാണ് കൊടുക്കുന്നത്. ഈ കൺസേൺഡ് കേസിൽ, ശബരിമലയുടെ കേസിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും വലിയ ദേവസ്വത്തിന് തിരുവിതാംകൂർ ദേവസ്വത്തിന് ഓർഡർ കിട്ടിയത്. നമ്മൾ പത്തനംതിട്ട ഡയറിയിൽ അത് മാനുഫാക്ചർ ചെയ്തു. അപ്പോൾ ഈ ഫെഡറേഷനാണ് അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരം യൂണിറ്റ് ഏത് ഡയറി ആണെങ്കിലും ആ പാരാമീറ്റേഴ്സ് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് എത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റാൻഡം ഇൻസ്പെക്ഷൻ ചെയ്യും, നമ്മൾ പറഞ്ഞ ക്വാളിറ്റിയിലാണോ എന്ന്. പിന്നെ അവിടെ ലാബുകളുണ്ട്, പിന്നെ FSSAIയുടെ ലാബുകളുണ്ട്. നമ്മൾ റാൻഡമായിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ കൺസ്യൂമറിൽ എത്തുന്ന നെയ്യ് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് ഇൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഈ പർട്ടിക്കുലർ കേസിൽ നമ്മുടെ ഡയറിയിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന നെയ്യ് നമ്മുടെ SOP പ്രകാരം ക്വാളിറ്റി ഉള്ളതാണോ എന്നാണ് ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. നമ്മൾ ചെക്ക് ചെയ്തു, ഇൻ്റർനലായിട്ട് ചെക്ക് ചെയ്തു, അത് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് പോയിരിക്കുന്നത്. ഈ ഡോക്കിൽ നിന്നും പുറത്തോട്ട് പോയിരിക്കുന്നത് അതാണ്.
ഇപ്പോൾ പത്രത്തിലേക്ക് വന്ന വാർത്തയനുസരിച്ച് അതിന് ശേഷം സന്നിധാനത്ത് എത്തിയപ്പോൾ എന്തെങ്കിലും മാറ്റം ഈ ബോട്ടിൽ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഒരു ക്രിമിനൽ ഒഫൻസാണ്. അതിന് പോലീസിന് മാത്രമേ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മിൽക്ക് അത് കണ്ടുപിടിച്ച് അന്വേഷിക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. സോ ഇതിനകത്ത് ഇങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ മിൽമയുടെ ആ ലേബല് വേറെ സ്ഥലത്ത് നിന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാകും. കാരണം നമ്മുടെ 15 kg ടിന്ന് സീൽ ചെയ്തിരിക്കുകയാണ്, ലെഡ് വെച്ച് സീൽ ചെയ്തിരിക്കുകയാണ്. അത് പൊട്ടിച്ച് ഒഴിക്കാനൊന്നും സാധ്യല്ല. പൊട്ടിച്ച് ഒഴിച്ചാൽ എല്ലായിടത്തും അതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു രീതിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ ടിന്ന് വേറെ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവന്നു. അതൊരു വലിയൊരു ഓഫൻസാണ്, ക്രിമിനൽ ഓഫൻസാണ്. നമ്മുടെ മിൽമയുടെ ബ്രാൻഡ് വേറെ സ്ഥലത്ത് നിന്ന് പാക്കേജിങ് മെറ്റീരിയൽസ് വെച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കാൻ മിൽമ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ചേഞ്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്, ഞാൻ പറഞ്ഞു വന്നത് പോലീസിന് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് വരുന്നു അതനുസരിച്ച് വേണം നമുക്കൊന്നും ആക്ടിവിറ്റീസ് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ MD എന്നുള്ളതിൽ എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. ഏറ്റവും നമ്മുടെ SOP അനുസരിച്ചുള്ള ടോപ്പ് ക്വാളിറ്റി നെയ്യ് മാത്രമാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഡോക്ക് വിട്ട് നമുക്ക് പോയിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു കാര്യമുണ്ട്, ഇത്രയും വലിയ കോടികളുടെ ഇടപാടിലാണെങ്കിൽ എന്തുകൊണ്ട് ഈ ടെൻഡർ ഒഴിവാക്കി? ഉത്തരവിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ ടെൻഡർ പറഞ്ഞോട്ടെ, ഈ ടെൻഡർ ഒഴിവാക്കിയതിന് മതിയായ കാരണമുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. അല്ല, ഈ ടെൻഡർ ഒഴിവാക്കിയെന്ന് പറയുന്നത് നെയ്യ് കൊടുത്തതിനല്ല. നെയ്യ് ഇവിടെ നിന്ന് കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ കോൺട്രാക്റ്റ് കൊടുക്കുന്നതിന് ഈ ടെൻഡർ നടത്തിയില്ല. ഈ ടെൻഡർ നടത്തുമ്പോൾ ഈ ക്ഷീരവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതാണ്, 5 ലക്ഷത്തിൽ മുകളിൽ വരുന്ന ഇടപാടുകൾക്ക് ഈ ടെൻഡർ വേണ്ടതുള്ളൂ. മറ്റേത് സീൽഡ് ടെൻഡർ വിളിക്കാം. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ പകുതി നെയ്യ് ആദ്യം കൊടുത്തപ്പോൾ 99,000, 1 ലക്ഷത്തിന് താഴെ ചിലവ് വന്നിട്ടുള്ളൂ. മൊത്തം ഈ നെയ്യ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് 2-2.5 ലക്ഷം രൂപ ചിലവ് വന്നാണ്. കൃത്യമായ കണക്കില്ല, 2 ലക്ഷം രൂപയിൽ കൂടുതൽ കണക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ടെൻഡറിൻ്റെ ആവശ്യമില്ല. അത് ഇപ്പോൾ മനസ്സിലാവുന്നല്ലോ. ഈ ഉദ്യോഗസ്ഥർ അവർക്ക് തന്നെ അറിയാവുന്നതല്ലേ, 5 ലക്ഷത്തിൽ കൂടുതൽ രൂപ വരുന്നതിന് മാത്രമേ ഈ ടെൻഡറിൽ പോകേണ്ടുള്ളൂ. അതിന് താഴെയുള്ളത് സീൽഡ് ടെൻഡറാണ്. ഇതും നമ്മൾ പറഞ്ഞത് അവരെ വളരെ പെട്ടെന്ന് സമയബന്ധിതമായി നെയ്യ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം 5500 ലിറ്റർ നെയ്യ് കൊടുക്കുന്നതിന് നമ്മൾ ഒരു സീൽഡ് കൊട്ടേഷൻ വിളിച്ച് കോൾ ഫോർ ചെയ്ത് കോമ്പറ്റീറ്റീവ് കൊട്ടേഷൻ കിട്ടിയതിൽ ലോവസ്റ്റിന് കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനകത്ത് ഇനി എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ഞാനതാ പറഞ്ഞത്, അന്വേഷണം നടക്കട്ടെ. വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷണം നടത്തി ഇതിനാരെങ്കിലും മിൽമയുടെ ഉദ്യോഗസ്ഥർക്കോ മിൽമയുടെ ബന്ധപ്പെട്ടവർക്ക് ആർക്കെങ്കിലുമോ ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കഴിയാവുന്ന നടപടികളുമായിട്ട് ഫെഡറേഷൻ തന്നെ മുന്നോട്ട് പോകും. അതിൽ തർക്കമൊന്നുമില്ല. അവിടെ മുഖം നോക്കി നടപടിയെടുക്കാന്നുള്ളൊരു നിലപാട് നമുക്കില്ല. പക്ഷേ ഈ നാളിതുവരെ നടന്നതിൽ വെറും ഇങ്ങനെ കണക്ക് കൂട്ടലും ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് പറയല്ലാതെ ആധികാരികമായിട്ടൊരു വിവരം നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരം യൂണിയൻ്റെ MDക്ക് തന്നെ നമ്മൾ കടുത്ത 2 കത്തുകൾ കൊടുത്തു. അതിശക്തമായിട്ടുള്ളൊരു കത്താണ് കഴിഞ്ഞ ദിവസം കൊടുത്തത്, MD കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്നും മറുപടി കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് താങ്കളുടെ പക്ഷമോ അല്ലെങ്കിൽ ഇവിടെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം 27-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിതിഗതികൾ ഗുരുതരമാണെന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിന്റെ ഒരു അന്വേഷണം പത്തനംതിട്ട ഓഫീസിൽ നടക്കുകയുണ്ടായി. ആ സമയത്ത് പോലും ഒരു വിശദീകരണം തേടിയിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, അത് പത്തനംതിട്ടയിൽ ചോദിക്കണം. നമ്മൾ ഫെഡറേഷനിൽ അറിഞ്ഞുകൂടാ. ഇനി അതിൻ്റെ വസ്തുതകളൊക്കെ അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രിവാൻഡ്രം യൂണിയൻ MD തന്നെ നമ്മൾ ഇങ്ങോട്ട് മറുപടി തരണം. അത് തരാത്തടത്തോളം കാലം നമുക്ക് ആ വിവരമില്ല. കാരണം ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമുക്കോ ഭരണസമിതിക്കോ പിന്നെ ഒരു റോളും ഇല്ല. അതെല്ലാം MDയുടെ കസ്റ്റഡിയിലാണ് ഇത്തരം കാര്യം. അഡ്മിനിസ്ട്രേഷൻ നമുക്കറിയില്ല. കാരണം അത്തരം കാര്യങ്ങളിൽ ഫെഡറേഷനൊരു അറിവില്ല. എങ്ങനെ അത് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം യൂണിയനിലെ ടെൻഡർ കോൾ ഫോർ ചെയ്ത് 3 ടെൻഡർ കിട്ടിയാൽ അവർ കരിമ്പട്ടിയിൽ പെട്ടോ ഇല്ലയോ എന്ന് അവർ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ അതിന് ഉത്തരവാദിയാണ്. ഞാനിപ്പോൾ അത്രയേ പറയുന്നുള്ളൂ. എവിടെയെങ്കിലും എന്തെങ്കിലും നടപടിക്രമങ്ങളിൽ വീഴ്ചയോ കുറ്റകരമായ അഴിമതിയോ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് നടപടികളായിട്ട് ഫെഡറേഷൻ മുന്നോട്ട് പോകും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളുടെ ഇവിടെ വരുന്ന കാര്യങ്ങളല്ല. അതൊക്കെ അതാത് ഡയറികളിലോ അല്ലെങ്കിൽ അതാത് യൂണിയന്റെ ആസ്ഥാനത്തോ നടത്തുന്ന കാര്യമാണ്. ഏതോ ആഭ്യന്തര അന്വേഷണം നടത്തുന്നില്ല. ഇപ്പോഴും നമ്മൾ ചോദിച്ചതിൻ്റെ മറുപടി MDയുടെ കിട്ടിയതിന് ശേഷമേ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുള്ളൂ. നമ്മൾ തിരുവനന്തപുരം യൂണിയൻ്റെ MDയുടെ എക്സ്പ്ലനേഷൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ MD കൃത്യമായിട്ട് അതിൻ്റെ ക്രോണോളജി വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടി കിട്ടിയിട്ടില്ല. അതിൻ്റെ മറുപടി കിട്ടിയാൽ അതിൻ്റെ പുറത്തൊരു അന്വേഷണം വേണമെന്നുള്ള കാര്യം നമ്മൾ പിന്നീട് അന്വേഷിക്കും. ആയിരിക്കാം ഇവിടെയോ? ഇതൊന്നും മിൽമയെ ബാധിക്കുന്ന വിഷയമല്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ട്. പക്ഷെ എന്നാലും
ഒരു തുള്ളിയാണെങ്കിലും നമ്മുടെ പേരിൽ അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കാൻ പാടില്ല എന്നുള്ളൊരു ആവശ്യമുള്ളത് കൊണ്ടാണ്. നമ്മൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ നോക്കിയാൽ ഈ സാമ്പത്തിക വർഷത്തിൽ മുൻപുള്ളതിനേക്കാളും ഗണ്യമായ വർധനവ് നമുക്ക് എല്ലാം ഉണ്ട്. പാലിൻ്റെ ആയാലും തൈരുടെ ആയാലും നെയ്യായാലും ഐസ്ക്രീം ആയാലും വലിയ വർധനമുണ്ട്. ഈ മാധ്യമ വാർത്ത വന്നുകൊണ്ട് നെയ്യിൻ്റെ സെയിലിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. അത് ഓണം വരാൻ പോവുകയാണ്. ഗംഭീരമായ സെയിലുമായിട്ട് മിൽമ എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ പ്രോഡക്റ്റുകൾ പോകും. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ പോലെ എത്രയായാലും ഒരു ബ്ലാക്ക് സ്പോട്ട്, ഇപ്പോൾ ഞാൻ വെള്ള ഷർട്ടായിട്ടിരിക്കുന്നത്, ഇതിനകത്തൊരു മഷിയുടെ ഒരു ബ്ലാക്ക് സ്പോട്ട് വന്നാൽ അത് ഹൈലൈറ്റ് ചെയ്യില്ലേ, അത് കൃത്യമായിട്ട് വെളിയിൽ വരില്ല. അതുപോലും ഇല്ലാതിരിക്കും സത്യസന്ധമായി കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനത്തിലൂടെ നമ്മുടെ ഭാഗം വിശദീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. ആരോപണങ്ങൾ പിന്നിലെ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ തെറ്റൊന്നുമില്ല. കാരണം മിൽമ ഇത് വ്യവസായമാണ്. വ്യവസായത്തിൽ റൈവലറി ധാരാളം ഉണ്ടാവും. അപ്പം മിൽമ കഴിഞ്ഞ കുറേ വർഷങ്ങളായും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഇപ്പം ഞാൻ പറഞ്ഞ ഏപ്രിൽ മുതൽ ഇതുവരെയുള്ള ഫസ്റ്റ് ക്വാർട്ടറൊക്കെ നോക്കിയാൽ അസാമാന്യ ഗ്രോത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ വലിയ തോതിൽ ശബരിമലയിൽ നെയ്യ് സപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ആ ഓർഡർ പോയി മിൽമയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കെങ്കിലും മിൽമയോട് വല്ല വൈരാഗ്യമുണ്ടോ, അതിൻ്റെ ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞങ്ങൾ പറയുന്നില്ല. അനൗപചാരികമായിട്ടാണ് ഞാൻ പറയുന്നത്, ഇനി ആധികാരികതയില്ല. പക്ഷേ ആ വിവരം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ക്ഷീരവികസന വകുപ്പ് എടുത്ത നടപടിയെ സ്റ്റേ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയിൽ ഒരു തീരുമാനമായിട്ട് 3-4 ദിവസം മുമ്പാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സർക്കാരിന് അപ്പീൽ കൊടുത്ത് സർക്കാരിന് തീരുമാനം എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നെന്നാണ് അറിയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു കാര്യം, എറണാകുളം യൂണിയൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഗുരുവായൂർ ദേവസ്വത്തിൽ ധാരാളം നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇടപെട്ടുകൊണ്ടാണ് പഴയ ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റിനോടും ഇപ്പോഴുള്ള ഗോപിനാഥിനോടും പറഞ്ഞ് ഗുരുവായൂരുള്ള സാധനങ്ങൾ നമുക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് എറണാകുളം യൂണിയൻ്റെ ചെയർമാനും MD-യും അവിടെയൊക്കെ പോയി സംസാരിച്ചു. അവിടെയും ആ കുട്ടി ഇപ്പോൾ നേരത്തെ ചോദിച്ചൊരു വിഷയം വരുന്നുണ്ട്. അവർ വെളിയിൽ കിട്ടുന്ന വില കുറഞ്ഞ സാധനങ്ങൾക്ക് മാച്ച് ചെയ്ത് പ്രൈസിൽ നമ്മളെ സാധനം തരണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ മിൽമയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കർഷകർക്ക് കൊടുക്കുന്നതിനേക്കാളും 1 ലിറ്ററിന് 7 രൂപയും 8 രൂപയും 10 രൂപ വില കുറവിലാണ് അയൽ സംസ്ഥാനങ്ങളിൽ കിട്ടുന്നത്. അവിടുത്തെ പാലും അതുകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ വന്ന് വിറ്റിട്ട് അവർ 100 രൂപ കൊടുക്കുമ്പോൾ നമ്മൾ 120 രൂപ പറഞ്ഞാൽ അവർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനെ മാച്ച് ചെയ്ത് തരാൻ പറഞ്ഞു. എറണാകുളം യൂണിയനും വല്ലാത്ത പ്രശ്നത്തിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം പോയി ഇപ്പോഴത്തെ പ്രസിഡന്റിനോടൊക്കെ സംസാരിച്ച്, ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞ് പോയി സംസാരിച്ച് അവിടെ അതിലൊരു ഡയറക്ടർ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അതിപ്പോൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചില ദേവസ്വം ബോർഡുകൾക്ക് അതെല്ലാം അവരാവശ്യപ്പെടുന്ന വിധത്തിൽ മാച്ച് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതൊരു ആരോപണമായിട്ട് പറഞ്ഞാൽ ആ ആരോപണം നമ്മൾ ശിരസാ വഹിക്കുന്നത് സന്തോഷത്തോടു കൂടി ആരോപണത്തെ അംഗീകരിക്കും. അവസാനിപ്പിച്ചാലോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് നന്ദി. ഒരൊറ്റ വാക്കിൽ എല്ലാവർക്കും